ജുഡീഷ്യൽ അന്വേഷണമല്ല, ഇത് കേന്ദ്ര ഏജൻസികൾക്ക് ഇത് സർക്കാർ കൈമാറണം. കാരണം ഇതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഫോൺ ചോർത്തി, ഇതെങ്ങനെ അന്വേഷിക്കും? മയക്കുമരുന്ന് കടത്തി, സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നു. കസ്റ്റംസുകാർ പറയുന്നു കുറെ സ്വർണം വിമാനത്താവളത്ത് പിടിക്കും, കുറെ സ്വർണം പുറത്ത് പിടിക്കും. അന്വേഷണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുകൊണ്ട് ഇത് സർക്കാർ ശരിക്കും പറഞ്ഞാൽ അധികാരത്തിൽ തുടരാൻ ധാർമ്മികതയില്ല. അവർ രാജിവെച്ചിട്ട് ഒരു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാനാണ് വേണ്ടത്. കേന്ദ്ര ഏജൻസികൾക്ക് നേരിട്ട് വന്നൊരു കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല. അത് ഏറ്റെടുക്കണമെങ്കിൽ ഒന്നുകിൽ കോടതി പറയണം, അല്ലെങ്കിൽ സർക്കാർ അതിന് ഉത്തരവിടണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ആവശ്യമായ പരിശോധനകൾ എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിന് ഉത്തരവ് കൈമാറാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അൻവറിനെ വിളിച്ചു വരുത്തി എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയത്? അൻവറിന്റെ വീരശൂര പരാക്രമമൊക്കെ എവിടെ പോയി? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രചാരണത്തിന്റെ ശക്തി? ആരോപണ വിധേയരായവരെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തി നീതിപൂർവകമായ അന്വേഷണം നടക്കുമെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിൽ അൻവർ മറ്റെന്തോ ഉദ്ദേശം സാധിക്കാനായിരുന്നു ഇത് നടത്തിയതെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. സുനിൽകുമാറിന്റെ ഞാൻ ഇന്നലെ പറഞ്ഞു, തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ സുനിൽകുമാറിന്റെ ചെവിയിലൊരു ചെമ്പരത്തിപ്പൂ വിരിഞ്ഞിരിക്കുകയാണ്. തോറ്റു എന്ന് അംഗീകരിക്കാൻ സമ്മതിക്കുന്നേയില്ല. അതുകൊണ്ട് ആ വിഷയവും ഈ വിഷയമായിട്ട് കൂട്ടിക്കലർത്തണ്ട. സ്വർണം കടത്തുന്നതും മയക്കുമരുന്ന് കടത്തുന്നതും ആളെ കൊല്ലുന്നതും ഫോൺ ചോർത്തുന്നതും ഒക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെ വഴിതിരിച്ചുവിടാൻ വേറൊരു CPI നേതാവ് എന്ന നിലയിൽ സുനിൽകുമാർ പറയേണ്ടത് ഈ കാര്യത്തിൽ ശരിയായ ഒരു അന്വേഷണം നടത്തണം. അതിന് പറയാൻ ധൈര്യമില്ല. പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടടിക്കുന്ന നേതാക്കളാണ് ഇപ്പോൾ CPIയിലുള്ളത്. ബിനോയ് വിശ്വമൊക്കെ ഏത് മാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത്? സുനിൽകുമാറിനോട് എനിക്ക് ചോദിക്കാൻ നാണമുണ്ടോ? സുനിൽകുമാറെ, ഈ പൂരം എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് എന്താണ്? ഇത്രയും ഗൌരവതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിട്ട് അവരെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് പറയാനുള്ള നട്ടല് കാനം രാജേന്ദ്രനുണ്ടായിരുന്നു, വെളിയം ഭാർഗവനുണ്ടായിരുന്നു. കാനം രാജേന്ദ്രന്റെയും വെളിയം ഭാർഗവന്റെയും കസേരയിൽ ഇരുന്ന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് ബിനോയ് വിശ്വത്തിന്. നട്ടലിന്റെ സ്ഥാനത്ത് വെറും വാഴപ്പിണ്ടിയാണ് ബിനോയ് വിശ്വത്തിന്. ബിനോയ് വിശ്വം അന്തസ്സുള്ള ഒരു പൊതുപ്രവർത്തനാണെങ്കിൽ ആവശ്യപ്പെടണം, മിസ്റ്റർ ബിനോയ് വിശ്വം, CPI ഇതൊരു പാർട്ടികളോ വ്യക്തികളോ തമ്മിൽ ഒത്തുതീർപ്പാക്കേണ്ട കാര്യമല്ല. എന്നിട്ട് വലിയ വായിൽ വർത്തമാനം വേറെ കാര്യങ്ങൾ പറഞ്ഞ് വഴി തിരിച്ചുവിടാൻ ശ്രമിക്കേണ്ട. ഈ വിഷയങ്ങളെല്ലാം BJP ഗൌരവമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അതല്ലല്ലോ പ്രശ്നം. നമ്മൾ ഒരു ഭരണഘടനാപരമായ ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? ആരോപണം ഉന്നയിച്ച ആളെ ഓഫീസിൽ വിളിച്ചു വരുത്തി നമ്മളെല്ലാം കോംപ്രമൈസ് ആക്കിയെന്ന് പറയാൻ ഇതെന്താ കുടുംബപരമായിട്ടുള്ള കാര്യമാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അല്ല, എന്ത് കോംപ്രമൈസാണ് നടന്നതെന്ന് പറയേണ്ടത് അൻവർ തന്നെയല്ലേ? മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഇപ്പോ പാർട്ടിയാണ്, ചെങ്കൊടിയാണ്, ലാൽ സലാമാണെന്നൊക്കെ പറയുന്ന ആൾ ഇതിന് പറയുന്നതിന് മുമ്പ് ഓർമ്മയുണ്ടായിരുന്നില്ലേ? എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് തീർപ്പുണ്ടായിരിക്കുന്നത്? അൻവറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത് അൻവറിനോടല്ല, ഈ ഗോവിന്ദ മാഷിക്കും ഈ കേന്ദ്ര നേതാക്കൾക്കും എന്ത് സംഭവിച്ചു? അവർക്ക് എന്താണ് ഇതിൽ ലാഭം കിട്ടിയെന്നുള്ളതാണ്. ഞാനാണോ ഇവിടെ ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണോ ഞാൻ? അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയാണോ? എന്ത് കാരണത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും അനിൽ കുമാറുമായിട്ട് നല്ല ബന്ധമാണ്? ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ശക്തമായിട്ട് ഏത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നിയമ നടപടികൾ, എന്തൊക്കെ വരും, ആരൊക്കെ കോടതി പോവും, എന്തൊക്കെയാണ് കാര്യങ്ങൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഗവർണർ ഇടപെടുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? അമിതാധികാര പ്രയോഗമാണ്, കേന്ദ്രത്തിന്റെ അനാവശ്യമായ ഇടപെടലാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ്? അതിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാള് ആരോപണം ഉന്നയിച്ച ആളെ വീട്ടിൽ വിളിച്ചു വരുത്തി പരിഹരിക്കാനുള്ളതാണ്, പ്രശ്നം പരിഹരിക്കാനുള്ളതാണോ? അതിലേക്ക് വരൂ.